നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുലുങ്ങാതെ ബി.ജെ.പി. മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയോടൊപ്പം ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ടെങ്കിലും വിജയിച്ചു കഴിഞ്ഞപ്പോൾ ശിവസേന കൂറുമാറിയതിന് കാത്തിരുന്ന് പകരം വീട്ടി. ഇപ്പോൾ നിലനിൽപ്പിനായി ഉദ്ധവ് ഷിൻഡെ വീണാലും രക്ഷയ്ക്ക് ബി.ജെ.പി കട്ടയ്ക്ക് മുന്നോട്ട്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി പിടിമുറുക്കുകയാണ്. 18 മാസങ്ങൾക്ക് മുൻപുണ്ടായ പിളർപ്പിന് പിന്നാലെ ഭരണവും പാർട്ടിയും നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വീണ്ടും തിരിച്ചടി. സുപ്രീം കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുമുണ്ടായ പരാജയങ്ങൾക്ക് പിന്നാലെ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറും യഥാർത്ഥ ശിവസേന സംസ്ഥാന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന വിഭാഗമാണെന്ന് വിധിച്ചു. ഷിൻഡെയെ ഉൾപ്പെടെ കൂറുമാറിയ 40 എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന താക്കറെ പക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ രാഹുൽ നർവേക്കർ തള്ളി. ഷിൻഡെ പക്ഷത്തെ അയോഗ്യരാക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച എന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2023 ജൂലൈയിൽ അജിത് പവാർ NCP പിളർത്തി ഭൂരിഭാഗം എംഎൽഎമാരുമായി NDA ക്യാമ്പിലെത്തിയത് അത്ര വലിയ അത്ഭുതമായിരുന്നില്ല. ഷിൻഡെ വിഭാഗത്തെ അയോഗ്യരാക്കിയാൽ സർക്കാർ വീഴാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇതെന്നും അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ തീരുമാനം ഷിൻഡെ വിഭാഗത്തിന് എതിരായിരുന്നാലും സർക്കാർ താഴെ പോകില്ലായിരുന്നു. എന്നാൽ സ്പീക്കറുടെ തീരുമാനം അനുകൂലമാകേണ്ടത് ഷിൻഡെയുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായിരുന്നു. നിലവിൽ 197 എംഎൽഎമാരുടെ പിന്തുണയാണ് ബി.ജെ.പി സേന NCP സഖ്യത്തിലുള്ളത്. ബി.ജെ.പി 105, ഷിൻഡെ സേന 40, അജിത് പവാർ NCP 42, സ്വതന്ത്രർ 10, 145 എംഎൽഎമാരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ ഈ വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബി.ജെ.പി സേന NCP സഖ്യം ശക്തി തെളിയിച്ചിരിക്കുന്നത്. 2022 ജൂണിലാണ് ശിവസേനയുടെ മുന്നണി പോരാളിയായിരുന്ന ഏകനാഥ് ഷിൻഡെ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ശിവസേന പിളർത്തുന്നത്. ഇതോടെ സംസ്ഥാനത്തെ മഹാവികാസ് അഘാഡി സർക്കാർ താഴെപ്പോയി. 2022 ജൂൺ 30 വിശ്വാസ വോട്ട് നേരിടാതെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയും ഷിൻഡെയും മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ബി.ജെ.പി തന്ത്രം മെനഞ്ഞതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു. താക്കറെ വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. 2023 മെയ്യിൽ വന്ന വിധിയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് താക്കറെ രാജിവെച്ചതിനാൽ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നായിരുന്നു. ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിച്ചത് ഈ വിധിയോടെയാണ്. പാർട്ടി ഭരണഘടനയും വിപ്പ് ലംഘിച്ച് എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി നൽകിയ കാര്യം ഹർജിയിൽ താക്കറെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മെയ് 11-നുണ്ടായ സുപ്രീം കോടതി വിധിയിൽ ന്യായമായ സമയത്തിനുള്ളിൽ അയോഗ്യതാ വിഷയത്തിൽ തീരുമാനമെടുക്കാനും സ്പീക്കറോട് നിർദ്ദേശിച്ചിരുന്നു. ഇരുപക്ഷവും തങ്ങളുടെ ഭാഗമാണ് യഥാർത്ഥ ശിവസേനയെന്ന് അവകാശപ്പെട്ട് സ്പീക്കറെ സമീപിച്ചിരുന്നു. ഇരുപക്ഷത്തുമായി 54 എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള 34 പരാതികളാണ് സ്പീക്കർക്ക് മുൻപാകെ ഉണ്ടായിരുന്നത്. പ്രധാനമായി 2 കാര്യങ്ങളാണ് യഥാർത്ഥ ശിവസേനയെ കണ്ടെത്താൻ സ്പീക്കർ നർവേക്കർ അവലംബിച്ചത്. 2018 പാർട്ടി ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഉദ്ധവിന് ശിവസേനയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടോ? മറ്റൊന്നാണ്, ഉദ്ധവാണ് പാർട്ടി പ്രസിഡന്റെങ്കിലും ഭൂരിഭാഗം ഭാരവാഹികളും മറുപക്ഷത്താകുന്ന സാഹചര്യത്തിൽ ആരെയാണ് യഥാർത്ഥ പാർട്ടി എന്ന് അംഗീകരിക്കുക? ഈ 2 കാര്യങ്ങൾ പരിഗണിച്ച നർവേക്കർ താക്കറെ വിഭാഗം സമർപ്പിച്ച ഭേദഗതി ചെയ്ത 2018 ഭരണഘടന അംഗീകരിച്ചില്ല. ഇത്തരത്തിൽ പാർട്ടി ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന യോഗം ചേർന്നതായ രേഖകളൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനാൽ 2018 പാർട്ടി നേതൃത്വവും ശിവസേന ഭരണഘടനയും ഒത്തുപോകുന്നില്ല. ശിവസേനയുടെ 1999 ഭരണഘടനയാണ് ഷിൻഡെ പക്ഷം സമർപ്പിച്ചത്. ഇത് അംഗീകരിക്കപ്പെട്ടു.